ഞാൻ അപ്പോളേ പറഞ്ഞു ലോറിക്ക് അധികം പരിക്കുണ്ടാവില്ല, ക്യാബിന് അധികം പരിക്കുണ്ട്, ചിന്നിച്ചിതറൂല. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഓന ആ ക്യാബിന്റെ ഉള്ളിൽ ഉണ്ടാവും. ഹലോ, അർജുനെ കാണാതായി 72ാമത്തെ ദിവസം അദ്ദേഹത്തിന്റെ ബോഡി ലഭിക്കുമ്പോൾ അർജുനോടൊപ്പം ഉയർന്നു കേൾക്കുന്ന ഒരു പേരാണ് മനാഫ് എന്ന ട്രക്ക് ഓണറുടേത്. അന്നു മുതൽ ഇന്ന് വരെ അചഞ്ചലനായി മനുഷ്യത്വത്തിന്റെ പ്രതീകമായി, മനുഷ്യ സ്നേഹത്തിന്റെ പ്രതീകമായി, മനുഷ്യ നന്മയുടെ പ്രതീകമായി നിലകൊള്ളുന്ന മനാഫ് ഒരിക്കൽ പോലും പിൻവാങ്ങിയില്ല. ബാക്കി എല്ലാവരും പറഞ്ഞു നമുക്ക് ഈ അന്വേഷണം നിർത്താം. ഭരണാധികാരികൾ പല തരത്തിൽ ശ്രമിച്ചു ഈ അന്വേഷണം അവസാനിപ്പിക്കാൻ. കാരണം കുറെ ചെലവ് വരുന്ന പരിപാടിയാണ്. അപ്പോൾ അവർ വിചാരിച്ചു ഇത് ഇനിയും നടക്കില്ല, ഇനി തിരിച്ചു പോകാമെന്ന്. അപ്പോഴെല്ലാം മനാഫ് അചഞ്ചലനായി മുന്നോട്ട് പോയി പറ്റുന്ന വഴികളിലൂടെ എല്ലാം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പറ്റുന്ന വഴികളിലൂടെ എല്ലാം സ്വാധീനം ചെലുത്തി ഈ അന്വേഷണം നിർത്താതെ മുന്നോട്ട് കൊണ്ടുപോയി. അദ്ദേഹം പറയുന്നത് അർജുന്റെ അമ്മയ്ക്കും അച്ഛനും താൻ കൊടുത്ത വാക്കാണ് അർജുനെ തിരിച്ചു കൊണ്ടുവരുമെന്ന്. ജീവനോടെ എനിക്ക് കൊണ്ടുചെല്ലാൻ പറ്റിയില്ല, പക്ഷേ ബോഡിയെങ്കിലും തിരിച്ചു കൊണ്ടുവന്ന് വേണ്ട രീതിയിൽ സംസ്കരിക്കാനുള്ള സഹായം ചെയ്യാൻ തനിക്കായി എന്നാണ്. എല്ലാവരും എതിർത്തപ്പോഴും പല കോണുകളിൽ നിന്ന് പല ആരോപണങ്ങൾ അതിനിടയ്ക്ക് വന്നിരുന്നു. ഈ മനാഫ് അവിടെ തുടരുന്നത് വണ്ടിയുടെ ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടി മാത്രമാണെന്നും വണ്ടിയുടെ ക്യാബിനിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹമെന്നും സ്വർണ്ണമടക്കമുള്ള ഐറ്റംസ് അതിനുള്ളിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് മനാഫ് അവിടെ തുടരുന്നതെന്നും ഒക്കെ പല ആരോപണങ്ങൾ. അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷം എന്ന് പറയപ്പെടുന്ന നാടാണ്. അപ്പൊ പിന്നെ എന്ത് വേണമെങ്കിലും ആൾക്കാർ പറയും. നാക്കിന് എല്ലില്ല, അതുകൊണ്ട് നാക്ക് എങ്ങോട്ട് വേണമെങ്കിലും വളയും. കാശ് കിട്ടും എന്ന് തോന്നിയാൽ എന്ത് പരിപാടിയും, എന്ത് തറവഴിയും, എന്ത് തരവേലയും ആൾക്കാർ ചെയ്യും. അപ്പോൾ പിന്നെ അവർ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പക്ഷേ ഒരു കാര്യമുണ്ട്, വളരെ കുറച്ച് ശതമാനം പേർ മാത്രമാണ് അത്തരം തെറ്റായ വഴികളിലേക്ക്, അത്തരം നെഗറ്റീവ് ചിന്തകളിലേക്ക് പോയത് എന്നുള്ളതാണ്. ഇപ്പൊ ഇന്നലെ അർജുന്റെ ബോഡി കിട്ടിയതിന് ശേഷം മനാഫിനോട് പത്രക്കാർ സംസാരിക്കുകയുണ്ടായി. എല്ലാ മീഡിയാസിലും ആ വാർത്തകളും ആ ദൃശ്യങ്ങളും വന്നിരുന്നു. നമുക്ക് മനാഫിന്റെ വാക്കുകളൊന്ന് കേൾക്കാം, അതിനുശേഷം ബാക്കി സംസാരിക്കാം. അതോടൊപ്പം അർജുന്റെ സഹോദരിയായ അഞ്ജു പറഞ്ഞ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അർജുന്റെ സഹോദരി പറയുന്നതനുസരിച്ച് മനാഫിനേക്കാൾ കൂടുതൽ ഇതിനുവേണ്ടി പ്രവർത്തിച്ച വ്യക്തികളും ഉണ്ട്. മനാഫ് നമുക്ക് മുന്നിൽ വന്നു, മാധ്യമങ്ങൾക്കും ഭരണാധികാരികൾക്കും ഇടയ്ക്കുള്ള ഒരു ഇന്റർഫേസ് ആയിട്ട് പ്രവർത്തിച്ചു. അദ്ദേഹമാണ് നമ്മളോട് സംസാരിച്ചത്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ അദ്ദേഹത്തെ തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് എല്ലായിടത്തും ഉയർന്നു കേൾക്കുന്നത്. മനുഷ്യത്വത്തിന്റെ പ്രതീകമായ മറ്റു വ്യക്തികളും ഇതിനു പിന്നിൽ ഉണ്ട് എന്നാണ് അഞ്ജു പറയുന്നത്. അഞ്ജുവിന്റെ വാക്കുകളും നമുക്ക് കേൾക്കാം, എല്ലാം ഒന്ന് കേൾക്കാം. വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. എന്റെ പെർസ്പെക്റ്റീവ് ആണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം എന്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കുക. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ആണ് എന്നെ പോലുള്ളവർക്കുള്ള മോട്ടിവേഷൻ. അപ്പോൾ നമുക്ക് മനാഫിന്റെ വാക്കുകൾ കേൾക്കാം. അതിനുശേഷം അർജുന്റെ സഹോദരി അഞ്ജുവിന്റെ ഹസ്ബൻഡ് ആയിട്ടുള്ള ജിതിൻ, അതായത് അർജുന്റെ അളിയനായ ജിതിനും 72 ദിവസവും അവിടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം അർജുന്റെ സഹോദരൻ അഭിഷേകും അവിടെ ഉണ്ടായിരുന്നതാണ് 72 ദിവസവും. അപ്പോൾ അർജുന്റെ സഹോദരി അഞ്ജുവിന്റെ വാക്കുകൾ കൂടെ കേൾക്കാം നമുക്ക്. അവരും ചിലത് പറയുന്നുണ്ട്. അവർ പറയുന്നത് മനാഫ് മാത്രമല്ല ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നാണ്. അതും കൂടെ നമുക്ക് കേൾക്കാം. ആദ്യം നമുക്ക് മനാഫ് എന്താണ് പറയുന്നത് എന്ന് കേൾക്കാം. അതിനുശേഷം നമുക്ക് അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാം. ഉദ്ദേശിച്ചിട്ടില്ല അവനെ. ഞാൻ അപ്പോളേ പറഞ്ഞു ലോറിക്ക് അധികം പരിക്കുണ്ടാവില്ല, ക്യാബിന് അധികം പരിക്കുണ്ട്, ചിന്നിച്ചിതറൂല. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഓന ആ ക്യാബിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. ഞാൻ പറഞ്ഞതാ, ശരിയായില്ലേ? ഉറപ്പായിട്ടും ഓനെയും കൊണ്ടിട്ട് നമ്മൾ പോവുള്ളൂ. ആ ഒരു ഉറപ്പാണ് കുടുംബത്തിന് നൽകിയിരുന്നത്. അതെ, അർജുൻ്റെ അമ്മയ്ക്ക് നൽകിയ ഉറപ്പ് പാലിച്ചു. ഞാൻ അവിടെ എത്തിക്കൂ. അതെ, അദ്ദേഹം തുടക്കം മുതൽ, ആദ്യത്തെ ദിവസം മുതൽ പറയുന്ന കാര്യമാണ്. ട്രക്കിന്റെ ക്യാബിൻ ചിന്നിച്ചിതറി പോയിട്ടുണ്ടാവില്ല. 3 ദിവസം വരെ സർവൈവ് ചെയ്യാനും പറ്റും അതിനുള്ളിലാണ് മനുഷ്യനെങ്കിൽ. ഭരത് ബെൻസിന്റെ ക്യാബിന്റെ പ്രത്യേകത എന്ന് പറയപ്പെടുന്നത്, പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത പ്രകാരം 3 ദിവസം വരെ അതിനുള്ളിൽ കുടുങ്ങി ഒരാൾക്ക് സർവൈവ് ചെയ്യാനുള്ള ഓക്സിജൻ സപ്ലൈ വരെ ഉണ്ടാകുമെന്നാണ്. പക്ഷെ ഇവിടെ ട്രക്ക് പുറത്തെടുക്കുമ്പോൾ അതിന്റെ ഗ്ലാസുകളൊക്കെ പൊട്ടിയ നിലയിലാണ്. അപ്പോൾ സർവൈവ് ചെയ്യുന്ന കാര്യം സംശയമാണ്. പക്ഷെ അന്ന് മുതൽ മനാഫ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ട്രക്ക് പൂർണ്ണമായും നശിച്ചിട്ടുണ്ടാവില്ല, ട്രക്കിന്റെ ക്യാബിൻ ഇൻടാക്ട് ആയിരിക്കുമെന്ന്. ഏകദേശം ഇൻടാക്ട് തന്നെയാണ്. കുറച്ച് ചളുക്കുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ അത് ചിന്നിച്ചിതറി പോയിട്ടൊന്നുമില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു, ഞാൻ പറഞ്ഞിരുന്നു അവനെയും കൊണ്ടേ പോവുള്ളൂ എന്ന്. അവന്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിരുന്നു, ആ വാക്ക് ഞാൻ പാലിച്ചിരിക്കുകയാണ്. ജീവനോട് ഇല്ല എന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷേ അത് പല കാര്യങ്ങൾ നമുക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്നുള്ളത് കൊണ്ടാണ്. കാലാവസ്ഥ അടക്കം നമുക്ക് എതിരായിരുന്നു. ആദ്യത്തെ ദിവസം മുതൽ
കാലാവസ്ഥ എതിരായിരുന്നു ഈ സെർച്ചിനെ. അതിന് ഏറ്റവും വലിയൊരു തിരിച്ചടിയായത് അത് തന്നെയായിരുന്നു. വലിയ കുത്തൊഴുക്കുണ്ടായിരുന്നു, മഴയുണ്ടായിരുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഓറഞ്ച് അലർട്ടും യെല്ലോ അലർട്ടും ഒക്കെ കണ്ടിന്യൂസ്ലി ഷിരൂർ മേഖലയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആദ്യത്തെ 2-3 ദിവസം നമുക്ക് അർജുന്റെ ട്രക്കിനെയോ കണ്ടെത്താൻ സാധിക്കാത്തത്. അന്ന് കണ്ടെത്തിയിരുന്നെങ്കിലും എനിക്ക് തോന്നുന്നില്ല ജീവനോടെ കിട്ടുമെന്ന്. പക്ഷെ ചെറിയൊരു പ്രതീക്ഷയെങ്കിലും ഉണ്ടായിരുന്നു. ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ആ പ്രതീക്ഷ നമുക്ക് ഇല്ലാതായി എന്ന് വേണം പറയാൻ. പക്ഷെ അപ്പോഴും അർജുന്റെ ബോഡിയെങ്കിലും കിട്ടും എന്ന പ്രതീക്ഷയോടെ നമ്മളിൽ പലരും പിൻവാങ്ങി. ഇൻഫാക്ട് 2 ദിവസം മുമ്പ് ഈശ്വർ മാൽപെ എന്ന മുങ്ങൽ വിദഗ്ധൻ പിൻവാങ്ങിയപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും സംശയമായിരുന്നു, ഇനി ഈ ഭരണകൂടം ഇത് മുന്നോട്ട് കൊണ്ടുപോകുമോ എന്നുള്ള കാര്യത്തിൽ. ഇദ്ദേഹം അടക്കം, മനാഫ് അടക്കം സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഇത് ഇവരുടെ ഒരു കളിയാണ്, ഈ അന്വേഷണം നിർത്താനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയുള്ളത്. അന്നേ ഞാനും ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ നമ്മൾ ഏകദേശം ഉറപ്പിച്ച 2-3 കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം ഇതിന്റെ ക്രെഡിറ്റ് എന്നുള്ള സംഭവമാണ്. ഈ ട്രക്ക് കണ്ടെത്തിയാലും ട്രക്കിൽ വടം കെട്ടാനും അതിൽ കുരുക്കിട്ടാനും ട്രക്കിന്റെ ക്യാബിനെ പൊക്കിക്കൊണ്ടുവരാനൊക്കെ ഒരു ഡ്രൈവറുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. ഒരു എക്സ്പീരിയൻസ് ഡ്രൈവർ വേണം. ഇവിടെ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു. ആ ഡ്രൈവറുടെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ജോമൻ എന്നാണ് ആ വ്യക്തിയുടെ പേര്. അയാൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നില്ല, കാരണം അങ്ങനെ അറിയപ്പെടാത്തൊരു ഡ്രൈവറാണ് ഇവിടെ പ്രവർത്തിച്ചത്. അതേസമയം ഈശ്വർ മാൽപെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നതെങ്കിൽ ഈശ്വർ മാൽപയുടെ പേരും ഉയർന്നു വന്നേനെ. അപ്പോൾ ഈ ഭരണാധികാരികൾക്ക് ക്രെഡിറ്റ് കുറച്ച് അങ്ങോട്ട് പോകുന്നതിന്റെ വിഷമം ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്നു. എന്റെ നിഗമനം അനുസരിച്ച് ആ ക്രെഡിറ്റ് മറ്റൊരാൾ കൊണ്ടുപോകുന്നതിനോട് ഇവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈശ്വർ മാൽപെ അവർ അവിടെ നിന്ന് ഒഴിവാക്കിയത്. മനഃപൂർവ്വം പറഞ്ഞയച്ചതാണ് സിവിൽ പോലീസും ഭരണാധികാരികളും എല്ലാം ചേർന്ന്. ഈ ട്രക്ക് തന്നെ 3 മീറ്ററോളം ചെളിയിൽ പൂന്തിക്കിടക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ അവിടെ പോയി അത്രയും ദുഷ്കരമായ ഒരു കാര്യമാണ്, ഈസി അല്ല ഒരിക്കലും. ഒരു നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവറിന് മാത്രമേ താഴെ പോയിട്ട് അത് കുടുക്കിട്ട് പൊക്കിക്കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. വിസിബിലിറ്റി പോലും വളരെ കുറവായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവരത്ത് പോയിട്ട് ചെയ്തുകൊണ്ടുവന്ന ഒരു ഡ്രൈവറാണ് ജോമോൻ എന്ന വ്യക്തിയാണെന്നാണ് തോന്നുന്നത്. ഒരു ചാനലിൽ അയാളുമായിട്ടുള്ള ഒരു ബൈറ്റ് കണ്ടിരുന്നു. അപ്പോ മനാഫ് താൻ അർജുന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിച്ചിരിക്കുകയാണ്. ഇനി ബാക്കി കൂടെ ഒന്ന് കേൾക്കാം. തീർച്ചയായിട്ടും. കാരണം ഈ തെരച്ചിൽ വീണ്ടും പുനരാരംഭിക്കുന്നതിന് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല. ഇല്ല. ഒരു സാധാരണക്കാരനെ കൊണ്ട് എത്ര കഴിയും അതിന് പരമാവധി നമ്മൾ ചെയ്ത്. ഒരു ഡ്രൈവറെ കണ്ടെത്തുന്നതിന് എന്തിനു നിങ്ങൾ ഇത്രയേറെ മുന്നോട്ട് ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തണം എന്നുള്ള ചോദ്യങ്ങൾ പോലും പലവട്ടം നേരിടേണ്ടി വന്നു. സോഷ്യൽ മീഡിയയിൽ തെറ്റായ പ്രചാരണങ്ങൾ നടന്നു. പക്ഷെ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഘട്ടത്തിലെത്തിയിരിക്കുന്നത്. അതെ, തോൽക്കാനുള്ള മനസ്സില്ല എന്തായാലും. ഓനും കൊണ്ട് പോവുള്ളൂ. അത് ഞാൻ പറഞ്ഞതതിനും ആ വാക്ക് അമ്മക്ക് പാലിച്ചു കൊടുത്തിട്ട്. അർജുൻ നമുക്കൊരു നഷ്ടം തന്നെയാണ്. പക്ഷേ നമ്മൾ കൊടുക്കുന്നൊരു സന്ദേശമുണ്ട്. ഒരാള് ഉറച്ചൊരു കാര്യത്തിന് ഇറങ്ങിയാൽ അത് സാധിക്കും. അതിൻ്റെ കൂടെ ആരുണ്ടായാലും ഇല്ലെങ്കിലും അത് സാധിക്കും. ഇവിടെ ആ മനാഫിന്റെ വിതുമ്പൽ നേരെ ചെന്ന് തൊടുന്നത് നമ്മുടെ എല്ലാം ഹൃദയത്തിലാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, മനുഷ്യ സ്നേഹത്തിന്റെ, മനുഷ്യ നന്മയുടെ ഒരു പ്രതീകമാണ് ഈ വ്യക്തി. ഇദ്ദേഹം മാത്രമല്ല, മറ്റു ചിലരും കൂടെ ഉണ്ട്. അവരെ പറ്റിയുള്ള കാര്യം അർജുന്റെ സഹോദരിയായിട്ടുള്ള അഞ്ജു പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, ഒരു മനുഷ്യൻ തന്റെ നന്മ നിറഞ്ഞ മനസ്സോടെ തന്റെ ഇച്ഛാശക്തിയോടെ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ അവനെ ആർക്കും തടുക്കാൻ സാധിക്കില്ല. അവൻ അത് നേടിയെടുക്കുക തന്നെ ചെയ്യും. അതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ജീവനോടെ അല്ല എങ്കിലും അർജുന്റെ ബോഡി കിട്ടുന്നതിൽ ഇദ്ദേഹത്തിന്റെ പങ്ക് ചെറുതല്ല. കാരണം ഇദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിൽ, മനാഫ് ഇല്ലായിരുന്നുവെങ്കിൽ, മനാഫും മറ്റു ചില വ്യക്തികളും ഇല്ലായിരുന്നുവെങ്കിൽ ഈ അന്വേഷണം പകുതി വഴിക്ക് തന്നെ നിന്നേനെ. അന്ന് തന്നെ ഇവർ കൂട്ടിക്കെട്ടി പോയതിന്, അതിന് യാതൊരു സംശയമില്ല. അതിനിടയ്ക്ക് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ചില ആരോപണങ്ങൾ, വളരെ ദുഷിച്ച ആരോപണങ്ങൾ ഇദ്ദേഹത്തിനെതിരെ വന്നായിരുന്നു. അതിനകത്ത് സ്വർണ്ണമുണ്ട്, സ്വർണ്ണക്കടത്ത് നടത്തുന്ന ആളാണ്, സ്വർണ്ണമുണ്ട്, അതിനുവേണ്ടിയാണ് ഇയാൾ വെയിറ്റ് ചെയ്യുന്നത്. ഈ ട്രക്ക് കിട്ടിയാലേ ഇയാൾക്ക് ഇൻഷുറൻസ് കിട്ടും, അതിനുവേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. എന്തോ ആയിക്കോട്ടെ മിസ്റ്റർ, പക്ഷേ ഇത്രയും ഇച്ഛാശക്തിയോടെ, ഇത്രയും പോസിറ്റീവായിട്ട് ഒരു മൈൻഡ് സെറ്റോട് കൂടി തന്റെ തൊഴിലാളിക്ക് വേണ്ടി ഒരു വ്യക്തി നിൽക്കുന്നുണ്ടെങ്കിൽ, ഒരു ട്രക്ക് ഓണർ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. അത് നിങ്ങൾക്ക് പറ്റില്ല, ഒരു സാധാരണ വ്യക്തിക്ക് പറ്റില്ല. 72 ദിവസം ഒരേ സ്ഥലത്ത് അയാൾ വാടകയ്ക്ക് വീടെടുത്ത് അവിടെ താമസിക്കുകയാണ്. അതിനു മുമ്പ് അയാൾ ഏതോ ലോഡ്ജിലായിരുന്നു താമസിക്കുന്നത്. ദിവസം 1000-1500 രൂപ കണ്ട വാടക ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു വാടകയ്ക്ക് വീടെടുത്ത് സ്വന്തമായിട്ട് ആഹാരം പാകം ചെയ്ത് കഴിച്ച് അവിടെ ജീവിക്കുകയാണ് അയാൾ, തന്റെ ഒരു തൊഴിലാളിക്ക് വേണ്ടി. അത് എത്ര പേർക്ക് ചെയ്യാൻ പറ്റും? നിങ്ങൾ നിങ്ങളുടെ നെഞ്ചിൽ കൈവച്ച് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒരു സാധാരണ മനുഷ്യന് പറ്റില്ല. അത്രയും മനസ്സിൽ സ്നേഹമുണ്ടെങ്കിലേ, അത്രയും ഹൃദയ നന്മയുണ്ടെങ്കിലേ, ഹൃദയ നൈർമല്യം ഉണ്ടെങ്കിലേ അതിന് പറ്റൂ.
അപ്പോൾ നിങ്ങൾ ബാക്കി എല്ലാം മാറ്റി വെച്ചേക്കും. അമ്മയെ തല്ലിയാലും 2% ആ 1% പൊയ്ക്കോട്ടെ, ബാക്കി 99% ഇദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട സമയമാണ് ഈ മനാഫ് എന്ന വ്യക്തിയെ, അതോടൊപ്പം തന്നെ മറ്റു ചില വ്യക്തികളെയും. അവരാരൊക്കെയാണെന്ന് നമുക്ക് അഞ്ജുവിന്റെ വാക്കുകൾ കൂടെ കേട്ടിട്ട് സംസാരിക്കാം. മനാഫ് വളരെ വികാരപരമായാണ് സംസാരിക്കുന്നത്. മനാഫിനെ ആക്രമിക്കപ്പെട്ടു, വേട്ടയാടപ്പെട്ടുകയായിരുന്നു സൈബർ ഇടത്ത്. നിങ്ങളുടെ കുടുംബത്തിന് നേരെയും അത് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം അഞ്ജുൻ എന്താണ്? മനാഫ് ആണെങ്കിലും നമ്മുടെ കുടുംബത്തിന്റെ കൂടെ ഒക്കെ നിന്ന ആളാണ്. പക്ഷെ മനാഫ് ഖാന്റെ അപ്പുറത്ത് ഒരു മുബീൻ ഖാൻ എന്ന് പറഞ്ഞിട്ട് ലോറിന്റെ യഥാർത്ഥ ഓണർ മുബീൻ ഖാൻ ആണ്. മനാഫ് ആണെങ്കിലും മുബീൻ ഖാൻ ആണെങ്കിലും ഒക്കെ നമ്മുടെ കൂടെ തന്നെ നിന്നിട്ട്, പക്ഷെ നമ്മൾ കുടുംബം ഒറ്റക്കെട്ടായിട്ടാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. ഇവിടെ എന്റെ അനിയനാണെങ്കിലും അനിയത്തിയാണെങ്കിലും കൃഷ്ണ, അമ്മ, എന്റെ ഹസ്ബൻഡ്, ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനത്തിന്റെ ഒരു ഫലമായിട്ടാണ് നമ്മൾ ഓരോ ഘട്ടത്തിലും മുട്ടിയ സമയത്ത് നമ്മൾ പല ആളുകളെടുത്ത് പോയി. ആ ആളുകളൊക്കെ നമുക്ക് വേണ്ട ഉപകാരങ്ങൾ ചെയ്തു തന്നു. ഈ ഡ്രഡ്ജർ എന്ന് പറഞ്ഞൊരു സംഭവം സാധ്യമാക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ഘട്ടങ്ങളിലൂടെ പോയി എന്നുള്ളത് എനിക്കും എൻ്റെ ഹസ്ബൻഡിനും കറക്റ്റായിട്ട് അറിയാം. അതിന് കൂടെ നിന്ന ആളുകൾക്കും അതറിയാം. അത്രയും നമ്മൾ എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പം മനാഫ് ഖാൻ്റെതായിട്ടുള്ള ഒരുപാട് വഴികളിലൂടെ എല്ലാവരുടെയും ലക്ഷ്യം ഒന്നായിരുന്നു. അപ്പം ഇത് നമ്മൾ മുബീൻ ഖാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഈ ലോറിന്റെ യഥാർത്ഥ ഓണറാണ്. പുള്ളി നമ്മുടെ കുടുംബത്തിൽ, ഇപ്പം ഞാൻ അവിടെ പോയി നിന്ന സമയത്താണ് നമ്മുടെ കൂടെ തന്നെ പുള്ളിയുണ്ട്. പുള്ളി സൈലന്റ് ആണ്, ആരും അറിയുന്നില്ല, അറിയപ്പെടാത്ത ആളുകളാണ്. പിന്നെ നമ്മുടെ ഈ വികാരത്തെ ചൂഷണം ചെയ്ത് മൈലേജ് എടുത്ത ഒരുപാട് അങ്ങനത്തെ യൂട്യൂബ് ചാനലുകൾ അത് വേറെ ഉണ്ട്. ഏതായാലും ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഒരൊറ്റ ലക്ഷ്യം ഇതേ ഉള്ളൂ. അർജുൻ എന്താ സംഭവിച്ചത്, അർജുനെ ലോറിയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ഉള്ളിൽ ലാസ്റ്റ് നമുക്ക് ഭയങ്കര ചോദ്യമായിരുന്നു. അതിനൊക്കെ ഒരു ഉത്തരമായിട്ട് ഭയങ്കര വേദനയുള്ള സംഭവമാണ്. നമുക്ക് ഒരിക്കലും അവനെ തിരിച്ചു കിട്ടൂല, അങ്ങനെ ഞങ്ങൾക്ക് ഒരിക്കലും. അപ്പോൾ ന്യൂസ് റിപ്പോർട്ടേഴ്സ് മനാഫിനെ പറ്റി ചോദിക്കുന്നുണ്ട്, മനാഫിന്റെ ശ്രമങ്ങളെ പറ്റി ചോദിക്കുന്നുണ്ട്, മനാഫിനും ഇവരുടെ കുടുംബത്തിനും നേരിട്ട സൈബർ അറ്റാക്കുകളെ പറ്റിയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ മനാഫിനെ പറ്റി ഒരൊറ്റ വാചകത്തിൽ ഒതുക്കുകയാണ്. അവർ പറയുന്നത് മനാഫിനേക്കാൾ കൂടുതൽ ഇതിനുവേണ്ടി നിശബ്ദനായി പ്രവർത്തിച്ച ഒരു വ്യക്തിയുണ്ട്, മുബീൻ. ഈ മുബീനാണ് യഥാർത്ഥത്തിൽ ട്രക്കിന്റെ ഓണർ എന്നാണ് അഞ്ജു പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു ഫാമിലി ബിസിനസ് ആയിരിക്കാം. മുബീൻ ആയിരിക്കും ഇതിന്റെ RC ഓണർ. പക്ഷേ മുബീന് ഈ വാർത്തകൾക്ക് മുന്നിലോ മാധ്യമങ്ങൾക്ക് മുന്നിലോ വരാൻ താല്പര്യമില്ല. അതുകൊണ്ട് അദ്ദേഹം നിശബ്ദനായി പുറകെ നിന്ന് പ്രവർത്തിച്ചു. മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സംസാരിച്ച് മനാഫ് ആയതുകൊണ്ട് അദ്ദേഹം കൂടുതൽ ശ്ലാഘിക്കപ്പെടുന്നു എന്നേ ഉള്ളൂ. ഈ അഞ്ജു പറയുന്നത് അനുസരിച്ചാണെങ്കിൽ മുബീൻ ഇവരോടൊപ്പം നിന്നു, എല്ലാ ഘട്ടത്തിലും ഇവരോടൊപ്പം നിന്നു, ഡ്രഡ്ജർ കൊണ്ടുവരുന്നതിനടക്കം ഒരുമിച്ച് നിന്ന് പോരാടി പ്രവർത്തിച്ച വ്യക്തിയാണ് മുബീൻ. അപ്പോൾ മനാഫിനൊപ്പം മുബീനെയും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അദ്ദേഹമാണ് യഥാർത്ഥ ട്രക്ക് ഓണർ എന്നാണ് അഞ്ജു പറയുന്നത്. പിന്നെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോ ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തെറ്റായിട്ട് തോന്നാം, നിങ്ങൾ എന്നെ തെറി വിളിക്കുമായിരിക്കും, ഒരു കുഴപ്പവുമില്ല. നിങ്ങൾക്ക് എന്റെ പോയിന്റ് നെഗറ്റീവായിട്ട് തോന്നുമായിരിക്കും, ഒരു കുഴപ്പമില്ല. പക്ഷെ ഈ അഞ്ജുവിന്റെ സ്റ്റേറ്റ്മെന്റിനോട് പലതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. അതിൽ ആദ്യത്തെ കാര്യം, അവർ ക്രെഡിറ്റ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് തോന്നുന്നു. അവർ പറയുന്നത് താനും കുടുംബവും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇതിനുവേണ്ടി പ്രവർത്തിച്ചു എന്നാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, അർജുന്റെ അളിയനായ മഞ്ജുവിന്റെ ഹസ്ബൻഡ് ആയിട്ടുള്ള ജിതിൻ ഉണ്ടായിരുന്നു, സഹോദരൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനെല്ലാം വേണ്ടി മുന്നിട്ടിറങ്ങിയ മറ്റു ചിലരും ഉണ്ടായിരുന്നു. മനാഫും മുബീനും ഒക്കെ അതിനുവേണ്ടി ഇറങ്ങിയവർ തന്നെയായിരുന്നു. ഇവരുടെ കുടുംബങ്ങൾക്കൊപ്പം അവരും പ്രവർത്തിച്ചിരുന്നു. അവർ പറയുന്നത് വേറെ ആരുമില്ല, ഞങ്ങൾ തന്നെയാണ് ഏകദേശം പ്രവർത്തിച്ചത്, ഞങ്ങൾ തന്നെയാണ് ഇതിന് മുന്നിട്ടിറങ്ങിയത് എന്നാണ്. പക്ഷെ ഇവർ സ്വന്തം വീട്ടിൽ നിന്നാണ് ഈ സംസാരിക്കുന്നതും കൂടെ ഓർക്കണം. കളത്തിലിറങ്ങിയത്, അവിടെ ഓൺ ഫീൽഡ് ഉണ്ടായിരുന്നത് മനാഫും മുബീനും അടക്കമുള്ള വ്യക്തികളായിരുന്നു. അവർ എല്ലാ രീതിയിലുള്ള ശ്രമങ്ങളും നടത്തിയതിന്റെ ഫലമായിട്ടാണ് ഇത് റിസൾട്ട് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇവിടെ മുബീനെയും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. കാരണം അയാൾ പിന്നിൽ നിന്ന് ഓരോ ശ്രമങ്ങളും നടത്തുന്നുണ്ടായിരുന്നു. പക്ഷെ മീഡിയയ്ക്ക് മുന്നിൽ വന്നു നിന്ന് പറയുന്നവരെ മാത്രമാണ് നമ്മൾ തിരിച്ചറിയുന്നത് എന്നുള്ളൊരു പ്രശ്നം ഇവിടെ നിലവിലുണ്ട്. പിന്നെ അഞ്ജു പറയുന്ന കാര്യം, യൂട്യൂബേഴ്സ് എന്തോ പാതകം ചെയ്തു എന്നുള്ള രീതിയിലാണ്. യൂട്യൂബേഴ്സ് ചിലര് ഒരു 1%, 2%, 3% പേർ നെഗറ്റീവായിട്ടുള്ള വാർത്ത ഉണ്ടായി കാണും. സൈബർ ആക്രമണങ്ങൾക്ക് ഉത്തരവാദികൾ ആയിട്ടുണ്ടാവാം. പക്ഷേ മാക്സിമം പേർ അർജുൻ തിരിച്ചു വരണമെന്നുള്ള രീതിയിലാണ് പോസ്റ്റുകൾ ഇട്ടതും വീഡിയോസ് ഇട്ടതും. സോഷ്യൽ മീഡിയയും ഇറങ്ങിയത് കൊണ്ട് കൂടിയാണ് ഈ ശ്രമങ്ങൾ തീരാതെ മുന്നോട്ട് പോയത്. യഥാർത്ഥത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഇതിനെ മീഡിയ കവർ ചെയ്യുന്നില്ല, ജനങ്ങളൊന്നും അറിയുന്നില്ല. അപ്പോൾ ഭരണാധികാരികൾ അതിൽ ആക്ഷൻ എടുക്കാറില്ല. നിങ്ങൾ എത്ര ന്യൂസുകൾ കണ്ടിട്ടുണ്ട് മീഡിയയിൽ വരാതെ, സോഷ്യൽ മീഡിയയിൽ വരാതെ ഭരണാധികാരികൾ സ്വന്തമായിട്ട് ആക്ഷൻ എടുത്തിട്ടുള്ളത്? 1-2% മാത്രം. അതും അവിടെയുള്ള എംപ്ലോയീസ്, അവിടെയുള്ള ഓഫീസേഴ്സ് അത്രയും സത്യസന്ധരാണെങ്കിൽ മാത്രം, അത്രയും ഓണസ്റ്റ് ആണെങ്കിൽ മാത്രമേ അത്തരം കാര്യങ്ങളിൽ ആക്ഷൻ എടുക്കൂ. അതല്ലെങ്കിൽ ഭരണാധികാരികളും നിശബ്ദരായിട്ട് തന്റെ വേറെ പണി നോക്കി പോകും. കാരണം അവരെ സംബന്ധിച്ച് ജനങ്ങളുടെ വോട്ട് കിട്ടുക, ജനങ്ങൾക്ക് മുന്നിൽ ഇമേജ് ഉണ്ടാക്കുക, ജനങ്ങൾക്ക് മുന്നിൽ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രയോറിറ്റി. ഇവിടെയും ഈ കാര്യത്തിൽ ഈ
ആവശ്യം വന്നപ്പോൾ മീഡിയ ഇതിനെല്ലാം റിപ്പോർട്ട് ചെയ്യാൻ മുന്നിട്ട് നിന്നു. അതോടൊപ്പം സോഷ്യൽ മീഡിയയിൽ ഇത് ചർച്ചയായപ്പോഴാണ് ഭരണാധികാരികൾക്ക് മനസ്സിലായത് ഇതിൽ തങ്ങൾക്ക് മൈലേജ് ഉണ്ടാക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്ന്. ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം എല്ലാ പ്രശ്നങ്ങളും തങ്ങൾക്ക് ഇമേജ് ഉണ്ടാക്കാനും തങ്ങൾക്ക് മൈലേജ് വർദ്ധിപ്പിക്കാനുമുള്ള ഒരു കാര്യങ്ങൾ മാത്രമാണ്, അതല്ലാതെ ഒന്നുമില്ല. അപ്പോൾ സോഷ്യൽ മീഡിയ യൂട്യൂബേഴ്സ് ഒക്കെ മുതലെടുത്തു എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ യൂട്യൂബേഴ്സ്, ലീഡിംഗ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് എടുത്ത് നോക്കുക, എന്റെ അടക്കമുള്ള വീഡിയോസ് എടുത്ത് നോക്കുക, എല്ലാവരും ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഏകദേശം എല്ലാവരും പറഞ്ഞത് ഈശ്വർ മാൽപേ തിരിച്ചു പോയപ്പോൾ ഞങ്ങൾക്കെല്ലാം വിഷമം ഉണ്ടായിരുന്നു, അതിന് ഈശ്വർ മാൽപേ തിരിച്ചു വരണം എന്നുള്ള രീതിയിലാണ് ഞങ്ങളെല്ലാം വീഡിയോസ് ഇട്ടതും. മനാഫിന്റെ ഞങ്ങൾ ശ്ലാഘിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ പറയുന്നത്, ചിലപ്പോൾ ഇവരുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു, ഇവർ പറയുന്നത് എഡിറ്റഡ് ആണെന്നാണ്. പട്ടാളത്തെ കുറ്റം പറയുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് ചിലർ ചെയ്യുന്ന കുബുദ്ധികൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്, അതിന് എല്ലാവരും അടിച്ചാക്ഷേപിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ മനാഫ് എന്നതും മുബീൻ എന്നതും മനുഷ്യ നന്മയുടെയും മനുഷ്യ സ്നേഹത്തിന്റെയും പ്രതീകങ്ങളാണ്. അവർ വാഴ്ത്തപ്പെടുക തന്നെ ചെയ്യണം. കാരണം ഇത്തരം ആൾക്കാരുടെ ശ്രമങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ, ഇത്തരം ആൾക്കാരുടെ നന്മ നമ്മൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലെ നന്മ വറ്റിപ്പോയി എന്നാണ് അർത്ഥം. ഇത്തരം ആൾക്കാർ ഉള്ളത് കൊണ്ടാണ് ലോകത്ത് ഇത്രയും നെഗറ്റിവിറ്റി, 60-70% നെഗറ്റിവിറ്റിയാണ് ഈ ലോകത്ത് നിറഞ്ഞിരിക്കുന്നത്. എന്നിട്ടും ലോകം ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇത്തരം സത്യസന്ധരായ നന്മയുള്ള ആൾക്കാർക്ക് ഉള്ളത് കൊണ്ടാണ് എന്നതാണ് വസ്തുത. അപ്പൊ അത് തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞ് തന്നെ മുന്നോട്ട് പോകണം. അഞ്ജു പറഞ്ഞ പല കാര്യങ്ങളോടും എനിക്ക് യോജിപ്പില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. അഞ്ജു എന്തായാലും മനാഫിനെ തികച്ചും നെഗ്ലക്ട് ചെയ്യാണ്. മനാഫിന്റെ ശ്രമങ്ങൾ ഒന്നുമില്ല എന്ന രീതിയിലാണ് അഞ്ജു പറയുന്നത്. അതിനോട് എനിക്ക് യോജിപ്പില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങൾ കമന്റ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും നന്ദി. താങ്ക് യു.